പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L5290 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സൻ്റെ ഈ മോഡൽ പ്രിൻ്ററിൽ രണ്ട് വഴിയിലൂടെയാണ് സ്കാൻ ചെയ്യാൻ സാധിക്കുക. നോർമലി കാണുന്ന നമുക്ക് എല്ലാ പ്രിൻ്ററിലും വരുന്ന ഈ സ്കാനർ ഗ്ലാസ്സിൽ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ഒരു കോർണറിലേക്ക് ഡോക്യുമെൻ്റ് അടുപ്പിച്ച് വെക്കുക. ആ വഴിയാണ് നോർമലി സ്കാൻ ചെയ്യൽ. പിന്നെ ഈ മോഡൽ പ്രിൻ്ററിന് ADF യൂണിറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഈ ഒരു വഴിയും നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെക്കേണ്ടത് അവിടെ ആദ്യം ഡോക്യുമെൻ്റ് വെക്കുക. അതിനുശേഷം സ്കാനിങ്ങിന് വേണ്ടി എപ്സൺ സ്കാൻ ടു എന്ന എപ്സൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ആ എപ്സൺ സ്കാൻ ടു എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അത് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഇടുകയാണ്. അപ്പോൾ എപ്സൺ സ്കാൻ ടു എന്ന ആപ്ലിക്കേഷനാണ് ഈ മോഡൽ പ്രിൻ്ററിന് സപ്പോർട്ട് ചെയ്യുന്ന സ്കാനർ സോഫ്റ്റ്വെയർ വരുന്നത്. അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, അതേപോലെ എവിടെ നിന്നാണ് സോഴ്സ് വേണ്ടതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. നോർമൽ കേസിൽ നിങ്ങൾക്ക് ക്രോപ്പിംഗ് കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ സ്കാൻ ക്ലിക്ക് ചെയ്യുന്നു. അതോടൊരു സ്കാനിങ് സ്റ്റാർട്ടാവും. ആ ഡോക്യുമെൻ്റ് നമ്മളെന്ത് ചെയ്യും, ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ സേവ് ആവുകയും ചെയ്യും. നോർമൽ കേസിൽ ഇങ്ങനെയാണ് സ്കാൻ ചെയ്യാറുള്ളത്. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയി. അത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡർ സേവ് ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സ്കാൻ ചെയ്ത അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടില്ല, നോർമലി നമ്മൾ സ്കാൻ ചെയ്ത അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ ചെയ്തത് ഈ സ്കാനർ സോഫ്റ്റ്വെയറിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സ് വഴിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാൻ ഇവിടെ ഉള്ളത് ഡോക്യുമെൻ്റ് സോഴ്സ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ രണ്ട് രീതിയിലൂടെ സ്കാൻ ചെയ്യാം. അത് നിങ്ങൾക്ക് സ്കാനർ ഗ്ലാസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ADF സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോ ഡിറ്റക്റ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വെച്ചിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്താണ്ട് സ്കാൻ ചെയ്യുന്ന സോഴ്സാണത്. അതിൻ്റെ താഴെ കാണുന്ന ഡോക്യുമെൻ്റ് സൈസ്, ഏത് സൈസിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഇമേജ് ടൈപ്പ് കളർ ഉണ്ട്, ഗ്രേ സ്കെയിൽ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഓട്ടോ ഉണ്ട്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കളറിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ കൊടുക്കുക. ഗ്രേ സ്കെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ഷാർപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓട്ടോയിലോ കളറിലോ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് റെസൊല്യൂഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത്രയും റെസൊല്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, റെസൊല്യൂഷൻ കുറയും തോറും ക്ലാരിറ്റി കുറയും, അതേപോലെ തന്നെ സേവ് ചെയ്യുന്ന ഫയൽ സൈസും കുറയും. റെസൊല്യൂഷൻ കൂടുന്തോറും സൈസ് കൂടുകയോ മാത്രമല്ല ഭയങ്കര സ്ലോ സ്കാനിങ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ റൊട്ടേറ്റ് കറക്റ്റ് ഡോക്യുമെൻ്റ് സൈസ്, അത് നമുക്ക് അത്ര വലിയ പ്രസക്തി ഇല്ലാത്തതാണ്. പിന്നെ താഴെ കാണുന്ന ഈ ഒരു മെത്തേഡ് ആഡ് ഓർ എഡിറ്റ് പേജസ് ആഫ്റ്റർ സ്കാനിങ് ആണ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മൾട്ടി പേജിന് വേണ്ടിയിട്ടാണ്. അത് ആ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതിൻ്റെ താഴെ ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് ഫയൽ നെയിം, സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പേരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഡേറ്റ് ടൈം വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ അതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നു. പിന്നെ ചോദിക്കുന്നത് നമുക്ക് സേവ് ചെയ്യുന്ന ഫോൾഡർ എവിടെയാണ് വേണ്ടത് എന്നുള്ളതാണ്. നോർമലി ഡോക്യുമെൻറ്റ്സിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ താഴെ കാണുന്ന സെലക്ട് എന്ന് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ പുതിയൊരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന പ്രിവ്യൂ പറഞ്ഞാൽ നമുക്ക് വെച്ച ഡോക്യുമെൻറ്റ് കാണാൻ സാധിക്കും. അത് ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പ്രിവ്യൂവിലാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതൊരു നെക്സ്റ്റ് ബോക്സിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് കണ്ടില്ലേ. അപ്പോൾ മൗസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമേ സേവ് ആവുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴെ കാണുന്ന സ്കാൻ എന്നുള്ള വീണ്ടും കൊടുക്കുന്നു. ആ സ്കാൻ കൊടുക്കുന്നതോടുകൂടി ആ ഒരു പോർഷൻ, ആ സ്കാൻ നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രമേ അപ്പോൾ സേവ് ആവുകയുള്ളൂ.
പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്കാൻ എന്നുള്ളത് കൊടുക്കുക തന്നെ വേണം. നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ജസ്റ്റ് സേവ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, നമ്മൾ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ ഇവിടെ സേവ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് ഈ പ്രിവ്യൂ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, ക്രോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇതിങ്ങനെ സെലക്ഷനായി നിൽക്കുന്നുണ്ട്, അത് നിങ്ങൾ ഇറേസ് ടൂൾ വെച്ചിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നെക്സ്റ്റ് ടൈം ഈ ആപ്ലിക്കേഷൻ എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പ്രിവ്യൂ അവിടെ ഓപ്പണായി ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ കണ്ടില്ല, ഈ ഒരു ഫീച്ചേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കുറേ പേജസ് ഉള്ള ഡോക്യുമെൻറ്റ് ഒറ്റ PDF ഫയലായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അത് ടിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്കാനിങ് തുടങ്ങുന്നതാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതേപോലെ ഒരു മെസ്സേജ് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ തന്നെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ മെസ്സേജ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഡോക്യുമെൻറ്റ്, ഇപ്പോൾ വെച്ച ഡോക്യുമെൻറ്റ് മാറ്റി അടുത്ത ഡോക്യുമെൻറ്റ് വെക്കുന്നു. എന്നിട്ട് ഈ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും സ്കാനിങ് നടക്കുന്നു. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉണ്ടോ അതെല്ലാം ഇതേപോലെ ആഡ് എന്ന് കൊടുത്തതിന് ശേഷം അവസാനം എത്തുന്ന സമയത്ത് സേവ് എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടി പേജുകൾ, അതായത് 1, 2, 3 അങ്ങനെ 1 by പേജ് ആയിട്ട് അത് സേവ് ആയിട്ടുണ്ടാവും. അതിനാണ് മെയിനായിട്ട് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ സേവ് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ 2 തവണയാണ് സ്കാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫയൽ സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 379 KB ആയിട്ട് സൈസ് കൂടിയിട്ടുണ്ട്. അത് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ കാണാം 1 of 2 എന്നുള്ളത് കാണിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടില്ലേ, 2 പേജസ് ഉണ്ട്. രണ്ട് പേജും സെയിം ഡോക്യുമെൻ്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് മെയിനായിട്ട് ആ ടൂൾ ഉപയോഗിക്കുന്നത്. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ഈ ടിക്ക് ഓഫാക്കി ഇടണം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.